ഹായ് ഹലോ. ഇന്ന് രാവിലെ തന്നെ നമ്മൾ അടുക്കളയിൽ അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മുട്ട റോസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതിനാദ്യം തന്നെ വേണ്ടത് മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ തൊലി കളഞ്ഞെടുത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന്, അതായത് ഒരു 3 മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളി എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും പിന്നെ തക്കാളി കുറച്ച് വലുതായിരുന്നു. ഇവിടെ തക്കാളി അധികം ഇടുന്ന ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അങ്ങനെ തക്കാളി, പച്ചമുളകും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും എൻ്റേതായിട്ടില്ല, ഞാൻ അതിലിട്ട് കുത്തിച്ചതച്ചെടുത്തിട്ടുള്ളൂ. അതും പച്ചമുളകും കറിവേപ്പിലാണ് അതിലേക്ക് വേണ്ടത്. അടുത്തത് വേണ്ട മസാലപ്പൊടികളാണ്. മസാലപ്പൊടികൾ നമുക്ക് ആവശ്യ സമയത്ത് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ നമ്മൾ ഗ്യാസ് കത്തിച്ച് ചട്ടി ചൂടായതിന് ശേഷം അതിൽ എണ്ണ ഒഴിച്ച് കടുക് ഇട്ടുകൊടുത്ത് നല്ലോണം പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ പച്ചമുളകും കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്തപ്പോൾ ഇത് വെള്ളം ഉണ്ടായതുകൊണ്ടാണ് പൊട്ടുന്നത്. ആ പൊട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള അതിലിട്ടുകൊണ്ട് നല്ലോണം വഴറ്റിയെടുക്കുക. സവാള പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് എന്തായാലും വേണമല്ലോ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുത്താൽ സവാള വേഗം വാടിക്കോളും. എന്നാലും പാടൊന്നുമില്ല, നമുക്ക് വേറെ ഇതടച്ച് വെച്ചിട്ട് നമുക്ക് വേറെ പണി ഉണ്ടെങ്കിൽ അതൊക്കെ പോയി എടുത്ത് വരാം. അങ്ങനെ വന്ന് തുറന്ന് നോക്കുമ്പോൾ ഏകദേശം കുറച്ചൊക്കെ ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുത്തിച്ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ടുകൊണ്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ അത് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ പോകണം. അതിൻ്റെ പച്ചമണമൊക്കെ പോയതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 സ്പൂണ് മല്ലിപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി. ഗരം മസാല അധികം ഇഷ്ടമല്ല, അതിൻ്റെ കുത്തൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. പിന്നെ ഞാൻ എക്സ്ട്രാ ചേർക്കുന്നതാണ് ചിക്കൻ മസാല കുറച്ച് ആവശ്യത്തിന് നല്ലോണം ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുത്തിട്ട് പിന്നെ നമ്മൾ തക്കാളി നീളത്തിലരിഞ്ഞ തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ അതും ഏകദേശം അതിലേക്ക് വെന്തലിഞ്ഞ് വരുന്ന വരെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക. അങ്ങനെ നമ്മൾ മസാലയും തക്കാളിയും ഒക്കെ ഒന്ന് ഏകദേശം ഒരു മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുക അതിനാവശ്യത്തിന്. അങ്ങനെ അതും കൂടെ ഇളക്കി ഉപ്പൊക്കെ നോക്കിയിട്ട് നോക്കുക, ഉപ്പും മസാലകളൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചിട്ട് നല്ലോണം വെന്ത് വരട്ടെ. അങ്ങനെ നമ്മൾ പിന്നെ നോക്കുമ്പോൾ നല്ല അടിപൊളി മസാല ആയിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ അതിനകത്ത് ലയിച്ച് നല്ല അടിപൊളിയിലായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കഷ്ണാക്കി വെച്ച മുട്ട ഇട്ട് കൊടുക്കുക. ഞാൻ മുട്ടൻ്റെ മേലെ കുറച്ച് മസാലയൊക്കെ ആക്കി അങ്ങനെ കുറച്ച് മെല്ലെ ഇളക്കുക, അല്ലാതെ മുട്ട ഉടഞ്ഞു പോകും. മെല്ലെ ഇളക്കണം കേട്ടോ. അങ്ങനെ ആക്കിയിട്ട് കുറച്ച് സമയം കൂടി നമ്മൾ ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് ഒന്നും ജസ്റ്റ് വേവിക്കുക. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അടിപൊളി മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നാടൻ രീതിയിൽ അധികം ചേരുവകളൊന്നുമില്ല, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചേരുവകളൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി മുട്ട റോസ്റ്റായി. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.